الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നേടിയെടുക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ
പരിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആണ് നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേരുന്നത്. തഖ്വ കൊണ്ടുള്ള ഉപദേശങ്ങൾ, ആഹ്വാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽപ്പെട്ട ചില ആയത്തുകളാണ് സ്ഥിരമായി ജുമുഅ ഖുത്ബയുടെ തുടക്കത്തിൽ നമ്മൾ പാരായണം ചെയ്തു പോരാറുള്ളത്. അതിലൊന്ന് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, വിശ്വസിച്ചവരെ നിങ്ങൾ തഖ്വ പുലർത്തേണ്ടത് പ്രകാരം ജീവിതത്തിൽ തഖ്വ പുലർത്തുക എന്ന നിർദ്ദേശമാണ്. തഖ്വയെക്കുറിച്ചുള്ള കേട്ടുകേൾവികളോ അതിൻ്റെ പുറംമോടികളോ ഹാവഭാവങ്ങളോ അല്ല, മറിച്ച് തഖ്വ പുലർത്തേണ്ടുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്, അതിനൊരു യഥാർത്ഥ രൂപമുണ്ട്. അത് പ്രകാരം നിങ്ങൾ തഖ്വ പുലർത്തുക എന്നതാണ് ആ നിർദ്ദേശം. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അങ്ങനെ തഖ്വ പുലർത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോവാതിരിക്കുക എന്ന് പറയുന്നത്. അഥവാ മരിക്കുന്നത് മുസ്ലിമായിട്ടാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് യഥാർത്ഥ തഖ്വയുടെ സൽഫലമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. മറ്റൊരായത്ത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ തഖ്വ പുലർത്തണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. യഥാർത്ഥത്തിലുള്ള തഖ്വ, യഥാർത്ഥത്തിലുള്ള സൂക്ഷ്മത എന്ന് പറയുന്നത് നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ആലോചിക്കലാണ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ മനുഷ്യനും, ഓരോ നഫ്സും തനിക്ക് വേണ്ടി എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത് ആലോചിക്കണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അതുകൊണ്ട് ആവർത്തിച്ച് അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത് തഖ്വ പുലർത്തണം. കാരണം അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ ഒരിക്കലും ഈ തഖ്വയിലൂടെയുള്ള ജീവിതത്തിന് പകരം വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുപോയവരെ പോലെ ആകരുത്. ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ അല്ലാഹുവിനെ മറന്നുപോയാൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മറവിയുണ്ടാക്കും എന്നതാണ്. അല്ലാഹനെ മറക്കുക എന്ന് പറയുന്നത് സ്വന്തത്തെ മറക്കുക, സ്വന്തം ജീവിതത്തെ വിസ്മരിക്കുക എന്നതാണ്. അതുകൊണ്ട് അങ്ങനെയായി പോകരുത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ അല്ലാഹുവിനെ മറക്കുക വഴി സ്വന്തം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മറന്നുപോകുന്നവർ, അവർ തെമ്മാടികളാണ്, അവർ അധർമ്മകാരികളാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. ഒരിക്കലും നരകവാസികളും സ്വർഗവാസികളും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗവാസികളാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. റമദാനിന് ശേഷം എന്ത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് റമദാനിന് ശേഷം എന്താവണം എന്നതിനെക്കുറിച്ചുള്ള ഉത്ബോധനം സ്വീകരിക്കുവാൻ ഈ ആയത്തുകൾ തന്നെ ധാരാളമാണ്. അല്ലാഹുവിനെ മറന്നു പോകാതിരിക്കുക റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ. അങ്ങനെ സ്വയം മറന്നു പോകാതിരിക്കുക, സ്വർഗത്തെക്കുറിച്ചുള്ള കൊതിയും സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക. നരകവിമോചനം ഇനിയുള്ള ജീവിതത്തിലും പ്രധാനമാണ്. നരകവാസിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്.
സ്വർഗവാസിയാകുന്നതിലൂടെ മാത്രമാണ്, സ്വർഗം ഉറപ്പുവരുത്താൻ കഴിയുന്നതിലൂടെ മാത്രമാണ് ജീവിത വിജയം സ്വായത്തമാക്കാനാവുക എന്നുറച്ചു വിശ്വസിക്കുക. അങ്ങനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ ഇടം കിട്ടുന്നതിന് വേണ്ടി, അങ്ങനെ വിജയിയായി തീരുന്നതിന് വേണ്ടി സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക. ഇതാണ് റമളാനിന് ശേഷം നമുക്ക് നമ്മെ തന്നെ ഉത്ബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുവാനുള്ളത്. റമളാനിന് ശേഷം അള്ളാനെ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. റമളാൻ മാത്രമാണ് വിട പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു ഇസ്ലാമിക ജീവിതത്തോട് വിട പറയാനായിട്ടില്ല എന്ന ബോധമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. റമളാനിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോന്നപ്പോൾ, പെരുന്നാൾ നിറവിലൂടെ നമ്മളിങ്ങനെ കടന്നു പോന്നപ്പോൾ ആലോചിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹിജ്റ 2-ാം വർഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ചെറിയ പെരുന്നാൾ ആഘോഷം നടത്തിയ സാഹചര്യം എന്താണ് എന്നത് നമുക്ക് ഓർത്തു നോക്കാവുന്നതാണ്. അവർ വെറും റമളാനിലെ ഒരു നോമ്പനുഷ്ഠാനത്തിന് ശേഷം മാത്രമല്ല അവർ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. മറിച്ച് റമളാൻ 17-ന് ലോകത്തെ എന്നല്ല എക്കാലത്തെയും വിസ്മയിപ്പിച്ച ബദറിലെ അത്ഭുതകരമായ വിജയത്തിന് ശേഷം ആ വിജയാഘോഷങ്ങളുടെ നിറവിൽ കൂടിയാണ് ബദരീങ്ങൾ അടക്കമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലൂടെ ആവേശകരമായി കടന്നു വന്നതിന് ശേഷം ഒരു വർഷം ഏതാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾക്ക് ഉഹദ് യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉഹദിലെ ചിത്രം ബദറിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ബദറിൽ അത്ഭുതകരമായ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞ വിശ്വാസി സമൂഹം ഉഹദിൽ താൽക്കാലികമായെങ്കിലും പരാജയം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. വിശുദ്ധ ഖുർആൻ ആ യുദ്ധത്തെ അവലോകനം ചെയ്തുകൊണ്ട് അക്കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉഹദിൽ പരാജയം? ബദറിൽ വമ്പിച്ച വിജയം നേടിയെടുത്തതിന് ശേഷം അതേ കരുത്തുള്ള റസൂലിന്റെ നേതൃത്വത്തിൽ സഹാബികൾക്ക് എന്തുകൊണ്ട് ഉഹദിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് വിശുദ്ധ ഖുർആൻ അവലോകനം ചെയ്തിട്ടുള്ള, നിരൂപണം നടത്തിയിട്ടുള്ള കാര്യമാണ്. അതിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരു കാരണം 300ഓളം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന 1000ഓളം വരുന്ന സൈന്യത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ 300ഓളം വരുന്ന മുനാഫിഖുകൾ വഴിമധ്യേ പിന്തിരിഞ്ഞുപോയി എന്നുള്ളതാണ്. യുദ്ധത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് കൂടെയുണ്ടായിരുന്ന യഥാർത്ഥ വിശ്വാസികളുടെ പോലും ആവേശവും ആത്മവിശ്വാസവും കെടുത്തിക്കളയും വിധം 300ഓളം പേർ മുനാഫിഖുകളുടെ നേതാവിന്റെ നേതൃത്വത്തിൽ പിൻവാങ്ങിക്കളഞ്ഞു എന്നത് ഉഹദിലെ പരാജയത്തിന്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വഴിമധ്യേ പിൻവാങ്ങിപ്പോകുന്നവരുണ്ടാകും നിങ്ങൾക്കിടയിൽ. കാപട്യം ബാധിച്ചവർ, അവർ പള്ളിയിൽ നിറഞ്ഞ് റമളാനിന്റെ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ തുടർന്നുള്ള ഇസ്ലാമിക മാർഗത്തിലുള്ള മുന്നോട്ടു പോക്കിൽ അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയില്ല. അത് പക്ഷേ നിങ്ങളുടെ പരാജയത്തിനും നിങ്ങളുടെ അലസതക്കും ഈ മാർഗത്തിലുള്ള ആവേശക്കുറവിനും കാരണമാകരുത് എന്ന് ഉഹദ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനമായും ഉഹദിലെ പരാജയത്തിന്റെ കാരണമായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്നതാണ്. ഉഹദ് യുദ്ധത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളുടെ ആക്രമണമേറ്റ് മുഖത്ത് തന്നെ പരിക്കേൽക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകും വിധം റസൂലിന് നേരെ ആക്രമണം ഉണ്ടായി എന്നതൊക്കെ ശരിയാണ്.
പക്ഷേ റസൂല് വധിക്കപ്പെട്ടിട്ടില്ല ഉഹദ് യുദ്ധത്തിൽ. പക്ഷേ ശത്രുക്കൾ ബോധപൂർവം ഒന്നുകിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആസൂത്രണം എന്നുള്ള നിലക്ക്, ചില ചരിത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിനെ തുടർന്നാണ് ശത്രുക്കൾ റസൂല് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പരത്തിയത് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യതയുണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതോടുകൂടി റസൂലാണ്, മുഹമ്മദാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള നിലക്ക് ശത്രുക്കൾ ആ വാർത്ത പരത്തി. ഇത് മുസ്ലിങ്ങളുടെ ചെവികളിലേക്ക് എത്തി. ഇതിനോട് പല രീതിയിലാണ് വിശ്വാസികൾ പ്രതികരിച്ചത്. വളരെ ദൃഢമായ വിശ്വാസമുള്ള ആളുകൾ റസൂല് മരിച്ചാലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് തങ്ങളുടെ പോരാട്ടം എന്നുള്ള നിലക്ക് യുദ്ധക്കളത്തിൽ അടിയുറച്ച് പോരാട്ടത്തെ നയിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതേ സമയത്ത് കുറച്ചാളുകൾ റസൂല് മരണപ്പെട്ടാൽ പിന്നെ എന്ത് എന്ന് കരുതി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി മദീനയിലേക്ക് തിരിച്ചുപോയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇനിയും ഒരു കൂട്ടം ആളുകൾ അവർ റസൂല് മരിച്ചു എന്ന് കേട്ടതോടുകൂടി നിരാശരാവുകയും ഇനി ആർക്കു വേണ്ടി എന്ന് കരുതി ആയുധങ്ങൾ താഴെ വെച്ച് ഉഹദ് രണാങ്കണത്തിന്റെ ഒരു ഭാഗത്ത് നിരാശരായി യുദ്ധം നിർത്തി കുത്തിയിരിക്കുകയും ചെയ്തു. അവരെ കണ്ടുകൊണ്ടാണ് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. അവർ വരുമ്പോ സഹാബികളിൽ കുറെ പേരിങ്ങനെ ആയുധമൊക്കെ താഴെ വെച്ച് യുദ്ധം നിർത്തി ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്, അവിടെ കുത്തിയിരിക്കുന്നതാണ് കാണുന്നത്. അനസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? ഈ യുദ്ധത്തിന്റെ ചൂടിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ആയുധം വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഖുത്തില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിർത്തിയതാണ് അവർ യുദ്ധം. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എങ്കിലെന്ത്? റസൂൽ മരിച്ചു, എങ്കിലെന്താ? റസൂൽ മരണപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ ഇബാദത്തും നിങ്ങളുടെ വിധേയത്വവും നിങ്ങളുടെ അനുസരണവും നിങ്ങളുടെ സമർപ്പണവും അത് അല്ലാഹുവിനുള്ളതാണെങ്കിൽ ആ അല്ലാഹു ഒരിക്കലും വധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഖൂമു വമൂതു ഫീമാ മാത അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കാതെ എണീറ്റ് യുദ്ധക്കളത്തിൽ പോരാടുവിൻ. ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുള്ളത്, ആ കാര്യത്തിന് വേണ്ടി ആ മാർഗത്തിൽ മരിക്കാനിറങ്ങുവിൻ എന്ന് പറഞ്ഞ് അവരെ ആവേശഭരിതരാക്കി യുദ്ധക്കളത്തിലേക്ക് തിരിച്ചിറക്കിയത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അദ്ദേഹം ആ മുന്നേറ്റം നടത്തിയിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിത്വം വരിച്ച വീര സഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. ഈ സംഭവങ്ങളൊക്കെ അവസാനിച്ച് ഉഹദ് യുദ്ധവും അവസാനിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അനസ് ഇബ്നു നദറിന്റെ സമീപനത്തെ ശക്തിപ്പെടുത്തും വിധം, പിന്തുണക്കും വിധം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉഹദിലെ സഹാബികളുടെ നിലപാടിനെ നിരൂപണം ചെയ്തുകൊണ്ടുള്ള ആയത്തുകൾ അവതരിച്ചു. ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. മുഹമ്മദ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഒരു പ്രവാചകൻ മാത്രമാകുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ മാത്രമായ മുഹമ്മദ് മരിക്കുകയോ വധിക്കപ്പെടുകയോ ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങളൊക്കെയും അള്ളാന്റെ ദീനിൽ നിന്ന് പിന്മടങ്ങിക്കളയുകയാണോ? അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ പിൻവാങ്ങിയാലും അതൊന്നും അള്ളാഹുവിന് ഒരു ഉപദ്രവവും ഒരു നഷ്ടവും ഉണ്ടാക്കുകയില്ല. അതേ സമയത്ത് അങ്ങനെയായിട്ടും നന്ദിയോടെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ആളുകൾക്കാണ് അവർക്കുള്ള പുണ്യങ്ങൾ, അവർക്കുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്.
ഈ ആയത്തുകൾ ചരിത്രത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പുനരവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പുനരവതരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വഹി ഇറങ്ങുക എന്ന അർത്ഥത്തിലല്ല. സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുണ്ടാവുകയും സഹാബികൾ ആകെ പതറിപ്പോവുകയും ചെയ്തു. ചരിത്രം രേഖപ്പെടുത്തുന്നതനുസരിച്ച് റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടിട്ട് മനോനില തെറ്റിപ്പോയവർ സഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സംസാരം മുട്ടിപ്പോയവർ, നാവിറങ്ങിപ്പോയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ വാർത്ത കേട്ട് സ്വന്തം കാലുകളിൽ നിൽക്കാൻ കഴിയാതെ തളർന്ന് ഇരുന്നു പോയവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. റസൂലിന്റെ മരണ വാർത്ത അംഗീകരിക്കില്ലെന്ന് വാശി പിടിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഏതാണ്ട് സമനില നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തോളം റസൂലിന്റെ വഫാത്തിനെ കുറിച്ചുള്ള വാർത്ത സഹാബികളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പലരും അവരുടെ കൂട്ടത്തിൽ നിന്ന് മുർത്തദ്ദുകളായി മാറിയിട്ടുണ്ടായിരുന്നു റസൂലിന്റെ വഫാത്തിന് ശേഷം. ഈ സന്ദർഭത്തിൽ ചരിത്രത്തിൽ ഒരിക്കൽ കൂടി ഉഹദിന്റെ പശ്ചാത്തലത്തിൽ അവതരിച്ച ആയത്തിനെ വീണ്ടും പാരായണം ചെയ്തുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ സഹാബത്തിനെയും മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ മരിച്ചു കിടക്കുന്ന വീട്ടിനകത്തേക്ക് കടന്നു വരികയും തന്റെ മകളുടെ വീടായ ആയിഷയുടെ വീട്ടിലേക്ക് കടന്നു വരികയും അവിടെ ഇങ്ങനെ മരിച്ചു കിടത്തിയിരിക്കുന്ന വസ്ത്രം കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന റസൂലിന്റെ ചാരത്ത് വന്ന് മുഖത്ത് നിന്ന് ആ വസ്ത്രം ഇങ്ങനെ അല്പം മാറ്റി ആ മുഖത്തേക്ക് നോക്കി റസൂലിന്റെ മരണം ഉറപ്പുവരുത്തുകയും മുട്ടുകുത്തിയിരുന്ന് റസൂലിന്റെ കവിളിൽ ചുംബിച്ചു പൊട്ടിക്കരയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് മദീന പള്ളിയിലേക്ക് കടന്നു വന്ന് ഹാലിളകി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഉമർ കേട്ടില്ല, ഉമർ അനുസരിച്ചില്ല. ഉമർ വീണ്ടും ഇനി ആരെങ്കിലും റസൂല് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാനെടുക്കും എന്നുള്ള വാശിയിൽ, എന്ന വെല്ലുവിളിയിൽ അങ്ങനെ നിറഞ്ഞാടുകയാണ് മദീന പള്ളിയിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് മെയിൻഡ് ചെയ്തില്ല. അദ്ദേഹം നേരെ മിമ്പറിലേക്ക് കയറി ഹംദും സ്വലാത്തും ചൊല്ലി. അതോടുകൂടി ഉമറിന് ചുറ്റും കൂടിയിരുന്നവരൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ മിമ്പറിന് മുമ്പിലേക്ക്, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. അതേ സമയത്ത് ആരെങ്കിലും അല്ലാഹുവിനെയാണ് മഅ്ബൂദായി ഇലാഹായി കണ്ടിരുന്നതെങ്കിൽ ആ അല്ലാഹു ഒരിക്കലും മരിക്കുകയില്ല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് പാരായണം ചെയ്തു. റസൂല് മരിച്ചുവെന്നോ വധിക്കപ്പെട്ടുവെന്നോ കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ദീനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് നിങ്ങൾ പിൻവാങ്ങിക്കളയുകയാണോ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്തു. അതോടുകൂടി എല്ലാവർക്കും ബോധോദയമുണ്ടായി. എല്ലാവരും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്നു എന്നതാണ്. ഈ ആയത്ത് അതിന് മാത്രം പ്രധാനപ്പെട്ട ഒരായത്താണ്. ചരിത്രത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസികൾ അവർക്ക് ദീനിനോടുണ്ടായ ആഭിമുഖ്യം എന്തിന്റെ പേരിലായാലും ആ ആഭിമുഖ്യം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ ഉറക്കെ പാരായണം ചെയ്യപ്പെടേണ്ടുന്ന ആയത്താണിത്. റമദാൻ കഴിഞ്ഞുള്ള വേളകളിൽ അല്ലെങ്കിൽ പെരുന്നാൾ ഖുത്ബയുടെ സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ, ഇസ്ലാമിക നേതൃത്വം, ഖതീബുമാർ ഈ ആയത്ത് മിക്കവാറും പാരായണം ചെയ്ത് സമുദായത്തെ, ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കാറുണ്ട്. റമദാൻ വിട പറഞ്ഞിരിക്കുന്നു എന്നത് ശരിയാണ്. റമദാൻ വിട പറഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബന്ധം തന്നെ മുറിച്ചു കളയുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് തന്നെ പിൻവാങ്ങിക്കളയുകയാണെങ്കിൽ അത് നഷ്ടമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവസാനിക്കുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നുള്ള നിലക്ക് നോമ്പ് നോൽക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകപ്പെട്ടതിന് ശേഷം അങ്ങനെ നിങ്ങൾ ആ മാസത്തിന്റെ എണ്ണം എണ്ണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അങ്ങനെ എണ്ണി കണക്കാക്കി
29 ദിവസങ്ങൾ അല്ലെങ്കിൽ 30 ദിവസങ്ങൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു കഴിയുമ്പോൾ വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, വിശുദ്ധ ഖുർആൻ വഴി, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ആ റമദാനിൽ വിശുദ്ധ ഖുർആൻ വഴി നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന് തക്ബീർ ധ്വനികൾ മുഴക്കുന്നതിന് വേണ്ടി, അതാണ് ഈദിലെ നമ്മുടെ തക്ബീർ എന്ന് പറയുന്നത്. പെരുന്നാൾ ദിവസത്തെ നമ്മുടെ തക്ബീർ അതിനാണ്, വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അതെന്തോ ഒരു വെറുതെ ഒരു ആഘോഷത്തിന്റെ തക്ബീറുകളല്ല, മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്, നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിനുള്ള അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളാണത് എന്നാണ് പറയുന്നത്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അങ്ങനെ നന്ദിയുള്ളവരായേക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ നന്ദി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടത് ഖുർആന്റെ ആ വിവരണം അനുസരിച്ച് തന്നെ റമദാനിൽ ഉള്ളതുപോലെ റമദാനിന് ശേഷമാണ്. നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് റമദാനിന് ശേഷം സാധ്യമാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നന്ദിയോടെ ജീവിക്കുന്നവർക്ക് വസനജ്സില്ലാഹു ശാകിരീൻ, ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുക അങ്ങനെ നന്ദിയുള്ള അടിമകൾക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. ആ സ്വഭാവത്തിൽ റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, അതുവഴി അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കണക്കില്ലാത്ത അറ്റമില്ലാത്ത പ്രതിഫലങ്ങളും നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തുണയും തൗഫീഖും സൗഭാഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.